നിങ്ങൾ തരുന്ന അല്ല വണ്ടി കണ്ട ഇത് സെയിം വണ്ടി അവൻ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടാ. ഹൈ ഗൈസ്, വെൽക്കം ബാക്ക് മൈ യൂട്യൂബ് ചാനൽ. ഇപ്പൊ എന്റെ ബാക്കിൽ നിൽക്കണത് കൂട്ടുകാരന്റെ പേര് ശ്രീഹരി നാട്ടാ. ഇവൻ ഉണ്ടാക്കിയിട്ടുള്ള ഒരു ബസ്സാണ്. അതായത് ഇവന്റെ റൂട്ടിൽ ഓടണ ഒരു ബസ്സാണ്. അപ്പൊ ഇവന്റെ ഒരു ആഗ്രഹം തോന്നിയിട്ട് അവൻ അത് ഉണ്ടാക്കിയതാണ് കേട്ടാ. ആ ബസ്സിന്റെ ഒറിജിനൽ നിങ്ങൾക്ക് കാണിച്ചു തരണം. ഒറിജിനൽ ഇതേ കണ്ടു നോക്കിട്ടാ. ഇതാണ് ഒറിജിനൽ വലിയ ബസ്. അതായത് ഇവന്റെ വീടിന്റെ ഫ്രണ്ടിൽ കൂടെ ഓടണ ഒരു ബസ്സാണ് കേട്ടാ. അപ്പൊ അവൻ സ്ഥിരമായി ഇതിലൂടെ പോകുമ്പോ അവനൊരു ആഗ്രഹം തോന്നിയിട്ട് അവൻ ഇതിന്റെ ഒരു മിനിയേച്ചർ ഉണ്ടാക്കിയതാണ്. അപ്പൊ ഇതിന്റെ മിനിയേച്ചർ പിടിച്ചിട്ടാണ് ആള് ഇവിടെ നിൽക്കുന്നത്. കണ്ട ഫ്രണ്ട് ഭാഗം കാണിച്ചെന്നാ നിങ്ങൾ നോക്കി ഗൈസ്. നിങ്ങൾ തരുന്ന അല്ല വണ്ടി കണ്ട ഇത് സെയിം വണ്ടി അവൻ ഉണ്ടാക്കിയേക്കുന്നതാണ് കേട്ടാ. ജീവിതത്തില് ഒരു പ്രതിഫലവും നിങ്ങൾക്ക് കിട്ടില്ല, അല്ലെങ്കിൽ പ്രതിഫലം കിട്ടുമെന്ന് ഒരു ഉറപ്പുമില്ലാത്ത ഒരു കാര്യത്തിൽ പോലും നിങ്ങൾക്ക് അത് ചെയ്യണമെന്ന് ആഗ്രഹം തോന്നുന്നുണ്ടെങ്കിൽ അതിനായി പാഷൻ എന്ന് പറയുന്നത്. കറക്റ്റ് പെർഫെക്റ്റ് ആയിട്ടാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. അതായത് അത്രയധികം ആൾക്കാരൊക്കെ ഇതിന്റെ ബാക്ക് ഭാഗം കണ്ട നിങ്ങൾ. ഇതുപോലെ തന്നെയാണ് കേട്ടോ ഇതിന്റെ വണ്ടിയുടെ ബാക്കും. ജസ്റ്റ് എന്ന് പറഞ്ഞാൽ വണ്ടിയുടെ ബാക്ക് ഭാഗം കാണിച്ചാ. അതുപോലെ കണ്ട ബാക്ക് കാണിച്ചാലോ അതേ ആ ഒരു ലുക്കിൽ വന്നിക്കണ ഗൈസ്. ബാക്ക് കണ്ട ഇടിസില്ലേ സത്യത്തില്. നോക്കിയേ, ഇത്ര ഉള്ളിൽ ഇത്ര വലിയ ബസ്സുകൾ ഒരേപോലത്തെ ബസ്സുകൾ കിടക്കുമ്പോ അതിന്റെ ഒരു മിനിയേച്ചർ രൂപമാണ് ഉണ്ടാക്കിയേക്കണത് കേട്ടാ. ഈ ബസ് ഉണ്ടാക്കാൻ തോന്നിയിട്ടുള്ളൊരു എന്താണ്, ഞാൻ തൃശ്ശൂർക്ക് ക്ലാസ്സിന് മുമ്പ് ഇതിൽ തന്നെയാണ് സ്ഥിരം പോവാറില്ല. ഈ ബസ്സിലാണ് സ്ഥിരം പോകുന്നത്. അപ്പൊ ഒരു ആഗ്രഹത്തിന്റെ ബേസിൽ ഉണ്ടാക്കിയതാണ്. ഇത് എത്ര ദിവസം എടുത്തു ഇത് ഉണ്ടാക്കാനായിട്ട്? ഒരു 3-4 ദിവസം. അത്ര എടുത്താ? അത് ഞാൻ വെറുതെ ഇരിക്കുമ്പോ ഫ്രീ ടൈമില് ചെയ്യൂല. പഠിപ്പിന്റെ ഇടയിൽ ഫ്രീ ടൈമിൽ ഉണ്ടാക്കും. ഇതിന് എത്ര രൂപ ചെലവ് നിനക്ക് ഇതിന് വന്നു? ചെലവ് ഷീറ്റ് ഞാൻ ആദ്യം എടുത്തിട്ടുണ്ടായിരുന്നു. പിന്നെ 1000-1500 അത്രയും ചെലവാക്കിയിട്ടാണ് അപ്പൊ ഈ ഒരു ബസ് ഉണ്ടാക്കിയിരിക്കണത് അല്ലേ. അപ്പൊ സംഭവം അടിപൊളിയുണ്ട് കേട്ടാ. വീട്ടിലെ ലുക്കിലെന്ന് വെച്ചാല് ഇതുപോലത്തെ ഒരു ബസ് നോക്കി നിങ്ങൾ കണ്ട. ഒരു എന്താ പറയാ, ഒരു ആഗ്രഹമാണ്. അതായത് ഇതിന് എന്ത് പ്രതിഫലം കിട്ടുമോ ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോ ഒന്നും കിട്ടില്ല. പക്ഷെ അവന്റെ ഒരു ആഗ്രഹത്തിന്റെ ബേസിൽ ഉണ്ടാക്കുകയാണ് ഈ ബസ്. എന്നിട്ട് ഇവൻ ഈ ബസ് നീ ഫ്രീ ആയിട്ടാണോ പമ്പുകാർക്ക് കൊടുത്തു? ഫ്രീ ആയിട്ട്, അതായത് വണ്ടിക്കാർക്ക് ഫ്രീ ആയിട്ട് കൊടുത്തു. വണ്ടിക്കാർക്ക്, അതായത് ഈ വണ്ടിയുടെ ഉടമയ്ക്ക് ഫ്രീ ആയിട്ട് ഈ ബസ് കൊടുത്തു. കണ്ട ഇത്രയും. അതായത് അവർക്കായാലും നാളെ അവർ ഈ ബസ്സിന്റെ ഒരു മിനിയേച്ചർ കണ്ടിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതൊരു അടിപൊളി തന്നെയാണ്. കണ്ട പെർഫെക്റ്റോട് കൂടിയിട്ടൊരു ബസ് ഉണ്ടാക്കിയത്. സംഭവം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ, വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. വലിയ ബസ്സാണ് കേട്ടാ ഗൈസ്. അവൻ ഒറ്റയ്ക്ക് 6 മാസം കൊണ്ട് അവൻ ഉണ്ടാക്കിയത് കേട്ടാ. ഇത്രയും വലിയ ബസ്സിന്റെ ഒരു മിനിയേച്ചർ അവൻ ഒറ്റയ്ക്ക് വീട്ടിലിരുന്ന് അവൻ ഉണ്ടാക്കിയെടുത്തതാണ്. കാരണം ഈ ബസ്സിലാണ് അവൻ പഠിക്കാൻ പോണതും സ്കൂളിൽ പോണതും എല്ലാ കാര്യങ്ങൾക്കും. അവൻ്റെ റൂട്ടിൽ ഓടണ ഒരു ബസ്സാണ്. അപ്പോൾ തൃപ്രയാറ് റൂട്ടിലത്തെ ബസ്സാണ്. തൃപ്രയാറ് വഴി തൃശ്ശൂർക്ക് പോണ ബസ്സാണ് കേട്ടാ. അപ്പൊ ഈ ബസ്സിന്റെ മിനിയേച്ചർ രൂപം ഉണ്ടാക്കിയിട്ട് ഈ ബസ്സിന്റെ ആൾക്കാർക്ക് തന്നെ അത് കൊടുക്കുകയാണ് ചെയ്തത്. അപ്പൊ അവരും ഭയങ്കര ഹാപ്പി തന്നെയാണ്. നമ്മൾ ചില ജോലി ചെയ്യുമ്പോൾ നമ്മൾ എക്സൈറ്റഡ് ആവും. നമ്മൾ വാച്ചേ നോക്കില്ല, അതിൽ നിന്ന് പ്രതിഫലം കിട്ടുമെന്ന് നോക്കില്ല, എത്ര സമയം പോയെന്നറിയില്ല, അതിന് എത്ര പൈസ ചെലവഴിച്ചെന്ന് ചിലപ്പോൾ ചിന്തിക്കില്ല. അങ്ങനെ തുടർന്നുകൊണ്ടേ ഇരിക്കുന്ന ഒരു ജോലി ഉണ്ടെന്നിരിക്കട്ടെ, അതിനാണ് യഥാർത്ഥ പാഷൻ. കഴിഞ്ഞ
ബാക്കിലത്തെ ഈ സ്റ്റിക്കർ പോലും ആ വണ്ടിയുടെ ബാക്കിൽ ഒട്ടിച്ച് അതേ ഒരു രൂപത്തിലേക്ക് മാറ്റിയെടുത്തതാണ് കേട്ടാ. കണ്ട, ഇതാണ് ആ ബസ്. ആ ബസ്സിന്റെ മിനിയേച്ചർ ആണ് കേട്ടോ നമ്മളത് കണ്ടത്. ഞാൻ പോണ വണ്ടിയാ. പിന്നെ പമ്പിൽ ചേട്ടനെ പരിചയം. കുറച്ചു നേരമെങ്കിലും ഇതിന്റെ അടുത്ത ഓല പറ്റി നിന്നാലേ. ഓക്കെ, എടുത്തിയ എന്നിട്ട് ഓക്കെ. ഞാൻ പോണ വണ്ടിയാ. പിന്നെ പമ്പിൽ ചേട്ടനെ പരിചയം. കുറച്ചു നേരമെങ്കിലും ഇതിന്റെ അടുത്ത ഓല പറ്റി നിന്നാലേ. ഓക്കെ, എടുത്തിയ എന്നിട്ട് ഓക്കെ. പിന്നെ പമ്പിൽ ചേട്ടനെ പരിചയം. കുറച്ചു നേരമെങ്കിലും ഇതിന്റെ അടുത്ത ഓല പറ്റി നിന്നാലേ.